ക്ലാസ് 10 കേരള ഫസ്റ്റ് ടേം 2019-20 1 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് മുൻപുള്ള വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1-ഉം 2-ലും. ഇത് പാർട്ട് 3 12 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഡ്രോ എ 12ാമത്തെ ചോദ്യം. ഡ്രോ എ rectangle of sides 5 cm and 3 cm. Draw a square of the same area. ആദ്യമേ തന്നെ AC 5 + 3 8 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. ബിയിൽ നിന്നും എയിൽ നിന്നും 90 ഡിഗ്രി എടുത്ത് 3 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് ABED എന്ന റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിന് ശേഷം AC 8 സെൻറ്റിമീറ്ററിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് OA റേഡിയസ് ആയി എടുത്ത് ഒരു സെമി സർക്കിൾ വരയ്ക്കണം. OA റേഡിയസ് ആയിട്ടെടുത്ത് ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ആ സെമി സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഭാഗം M എന്ന് മാർക്ക് ചെയ്യുക. BM ആണ് നമുക്ക് വരയ്ക്കേണ്ട കിട്ടേണ്ട സ്ക്വയറിൻ്റെ ഒരു സൈഡ്. സ്ക്വയറിൻ്റെ പ്രത്യേകത എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഈ BM ഒരു സൈഡായിട്ട് കോമ്പസിലെടുത്ത് എല്ലാ സൈഡിൽ നിന്നും വരയ്ക്കുക. Question. In the figure, O is the center of the circle and ABC are points on it. Angle OAC equals 30 degree, AB equals BC equals 5 centimeters. Question. First question, what is the measure of angle OCA? B, what is the measure of angle ABC? C, what is the length of AC? Answer, what is the measure of angle OCA? OCAയുടെ മെഷർമെൻ്റ് ആണ് ചോദിക്കുന്നത്. OAC 30 ഡിഗ്രിയാണ്.
ഒ എ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ഒ സിയും റേഡിയസ് ആണ്. ഇത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുള്ളതാണ് ഐസോസിലസ്. അതിൻ്റെ ബേസ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും, രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഒ എ സി ഈക്വൽസ് ഒ സി എ ഈക്വൽസ് 30 degree. Second question, what is the measure of angle ABC? ABC. AOC 30 plus 30 60 ആണ്. 180 മൊത്തം ഒരു ട്രയാങ്കിളിന് 180 ആണ്. 180ന്ന് 60 മൈനസ് ചെയ്താൽ 120 കിട്ടും. AOC 120 ആണ്. 120യുടെ ഹാഫാണ് ABC 60 degree. ABC 60 degree. What is the length of AC? AC 5 centimeter. ABC is an equilateral triangle. All sidesum all anglesum equal ആയിരിക്കും. സെയിം ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. 14th question. A box contains 4 black beads and 3 white beads. Another box contains 5 black beads and 7 white beads. One bead is taken from each box. Write the number of possible pairs. What is the probability of both being black? What is the probability of getting one black and one white? What is the probability of getting at least one black bead? Answer. ഒരു ബോക്സിൽ 4 ബ്ലാക്ക് ബീഡും രണ്ടാമത്തെ ബോക്സിൽ 5 ബ്ലാക്ക് ബീഡ്സും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 9 ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്. വൈറ്റ് ബീഡ്സ് ബോക്സ് നമ്പർ 1ൽ 3ഉം ബോക്സ് നമ്പർ 2ൽ 7 ആണ്. അപ്പോൾ ബോക്സ് നമ്പർ 1ൽ ടോട്ടൽ ബീഡ്സ് 7 ആണ്. ബോക്സ് നമ്പർ 2ൽ ടോട്ടൽ ബീഡ്സ് 12 ആണ്. അപ്പോൾ നമ്പർ ഓഫ് പോസിബിൾ പെയേഴ്സ് ടോട്ടൽ ആദ്യത്തെ ബോക്സിൽ 7 എണ്ണം, രണ്ടാമത്തിൽ 12 ആണ്. അപ്പോൾ പോസിബിൾ പെയേഴ്സ് 7 × 12 ഈക്വൽസ് 84. ബി ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബ്ലാക്ക്. രണ്ടും ബ്ലാക്ക് ആവാനായിട്ട് 4 × 5. ബോക്സ് നമ്പർ 1ൽ 4, ബോക്സ് നമ്പർ 2ൽ 5. അപ്പോൾ 4 × 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ 7 × 12 84. 20/84 equals 5/21. Probability of getting 1 black and 1 white. അപ്പോൾ 84 ടോട്ടൽ 84 ആണ്. 84 മൈനസ് ബ്ലാക്ക് ബീഡ്സ് 4 × 5 20 പ്ലസ് വൈറ്റ് ബീഡ്സ് 3 × 7 21 ഡിവൈഡഡ് ബൈ 84. 84 മൈനസ് 41/84 ഈക്വൽസ് 43/84. D. Probability of getting at least one black bead. 84 minus white beads minus total white beads 3 × 7. 84 minus 21 divided by 84 equals 63/84 ആണ് probability of getting at least one black bead കിട്ടാനായിട്ട്. 15th question. Write the common difference of the sequence with algebraic expression 3n plus 11. B. Write the 7th term of this sequence. C. Write the first natural number term of the arithmetic sequence 14/8, 17/8, 20/8. Algebraic form അഥവാ nth term xn equals 3n plus 11 ആണ്. ഫസ്റ്റ് ടേം എന്നിന് പകരം 1 കൊടുത്താൽ 3 × 1 + 11 ഈക്വൽസ് 14. ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് 14. സെക്കൻഡ് ടേം 3n + 1 + 11 3 × എന്നിന് പകരം 2 കൊടുക്കുക. 3 × 2 6 + 11 17. തേർഡ് ടേം 3n + 11ൽ എന്നിന് പകരം 3 കൊടുക്കുക. 3 × 3 + 11 20. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 17 - 14. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 3 ആണ്. സെവൻത്ത് ടേം a + 6d. 14 + 6 × 3 ഈക്വൽസ് 32.
ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ടേം ഓഫ് ദി സീക്വൻസ് 14/8, 17/8, 20/8 അങ്ങനെ 32/8. 8 × 4 32 ആണ്. 32/8 ആണ് ഫസ്റ്റ് നമ്പർ ടേം. 16th question. In the figure, ABCD is a rectangle and PBCQ is a square. The probability of marking a dot without looking to be within the square is 2/5. What is the probability of the dot to be within the rectangle APQD? Answer. The probability of marking a dot without looking to be within the square is 2/5 ആണ്. 2/5 ആണ് സ്ക്വയറിൻ്റെ. അപ്പോൾ 5 ആണ് താഴെ ഡിനോമിനേറ്റർ. അപ്പോൾ 5 ആണ് ടോട്ടലായിട്ടുള്ളത്. അപ്പോൾ 2/5 സ്ക്വയറിനുണ്ടെങ്കിൽ റെക്റ്റാങ്കിളിന് 3/5 ആയിരിക്കും. 3/5 + 2/5 ആണ് 5/5 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് the probability of the dot to be within the rectangle APQD 3/5 ആണ്. Next, if the area of the square is 8 cm², what is the area of the rectangle ABCD? സ്ക്വയറിൻ്റെ 8 ആണ്. 2/5 8 ആണ്. സ്ക്വയറിൻ്റെ റേഷ്യോ വരുന്നത് 3:2 ആണ്. അപ്പോൾ 2ന് 8 ആണെങ്കിൽ 2 × 4 ആണ് 8. അപ്പോൾ റെക്റ്റാങ്കിളിന് 3 × 4 12. 8 cm² ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ABCD എന്ന റെക്റ്റാങ്കിളിൻ്റെയാണ്. ABCD. അപ്പോൾ ആകെ ഉള്ളത് 8 + 12 = 20 cm². അടുത്തത് if the area of the square is B and if the probability of the dot being in the square is B/A, then what is the area of the rectangle APQD? B/A ആണ് സ്ക്വയറിൻ്റെ. B/A. അപ്പോൾ A ആണ് ടോട്ടലായിട്ടുള്ളത് മൊത്തം ഏരിയ APQDയിൽ. അപ്പോൾ ഇതിൻ്റെ APQDയുടെ എയിൽ നിന്നും ആ B സ്ക്വയറിൻ്റെ B മൈനസ് ചെയ്താൽ ഇതിൻ്റെ ഏരിയ കിട്ടും. A - B. ആൻസർ A - B.